ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ന്യൂമറിക്കൽസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫറൻഷിയേറ്റ് സ്കാലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എന്തൊക്കെയാണ് സ്കാലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളതാണ്. അപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ, അല്ലേ? സ്കാലാർ ക്വാണ്ടിറ്റീസിന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസാണ്. അതുപോലെ തന്നെ അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറയാൻ കഴിയും. ഏതൊക്കെയാണ്? യെസ്, ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, ടൈം, വർക്ക്, പവർ, എനർജി, പ്രഷർ, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സ്കാലാർ ക്വാണ്ടിറ്റീസിനെ കാണാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? എ വെക്റ്റർ ക്വാണ്ടിറ്റി ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഓൾസോ ഒബേസ് ദ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഓർ ദി പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അതായത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഒപ്പം തന്നെ ഡയറക്ഷൻ ഉണ്ടാവും. ഇനി മാത്രമല്ല അവ എന്ത് ചെയ്യും? വെക്റ്റർ അഡീഷൻ്റെ ലോസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവ ഒബേ ചെയ്യുന്നുണ്ടാവും. അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ്, ആംഗുലർ വെലോസിറ്റി, ടോർക്ക്, ആംഗുലർ മൊമെൻറ്റം, എക്സെട്ര. ഓക്കെ, അതായത് ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആക്സിലറേഷൻ എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്. അപ്പോൾ അത് വെലോസിറ്റി ബൈ ടൈമാണ്, അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? ആ ക്വാണ്ടിറ്റി ടോട്ടലി എന്തായിരിക്കും? വെക്റ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് വെലോസിറ്റിയുടെ കേസ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്താണ്? വെക്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കാം. സ്കാലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ ടു വെക്ടേഴ്സ് ആർ സെഡ് ടു ബി ഈക്വൽ. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടു വെക്ടേഴ്സ്, സപ്പോസ് വി ആർ ഹാവിങ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. They are said to be equal if they have the same magnitude and same direction. അതായത് രണ്ട് വെക്ടേഴ്സ്, ഇപ്പോൾ നമ്മളിവിടെ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് കാണാം. ഈ വെക്ടേഴ്സ് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവൂ. അപ്പോൾ നമ്മൾ സ്കാലാർ വെക്ടേഴ്സ്, സ്കാലാറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം? വളരെ ഈസി ആയിട്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ ദേ വിൽ ബി ദ സെയിം, അല്ലേ? പക്ഷേ ഈ കേസിൽ എന്താണ്? വെക്ടേഴ്സിൻ്റെ കേസിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് വെക്ടേഴ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു മീൻ ബൈ നൾ വെക്ടേഴ്സ് ഓർ സീറോ വെക്ടേഴ്സ്? എന്താണ് സീറോ വെക്ടർ അല്ലെങ്കിൽ നൾ വെക്ടർ എന്നുള്ളതാണ്. ഒരു നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്ടർ ഹാവിങ് സീറോ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സീറോ. അതായത് ഒരു നൾ വെക്ടർ അല്ലെങ്കിൽ സീറോ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ നൾ വെക്ടേഴ്സ് എന്ന് പറയാം. ഇനി ഇപ്പോൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വെക്ടറിനെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ റിസൾട്ട് വിൽ ബി എ സീറോ വെക്ടർ. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ എങ്ങനെ പറയാം? അതായത് വെൻ എ ബോഡി റിട്ടേൺ ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സീറോ because the displacement is the distance between initial and final positions, അല്ലേ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ബോഡി ഈസ് റിട്ടേണിംഗ് ബാക്ക് ടു ദ സെയിം പോയിന്റ് മീൻസ് എന്തായിരിക്കും? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ വെക്ടറാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സീറോ വെക്ടർ. ക്ലിയർ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ യൂണിറ്റ് വെക്ടേഴ്സ്? എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെക്ടർ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പോയിൻറ്റ്സ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അതായത് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, അതായത് 1 ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ ആൻഡ് യൂണിറ്റ്. യൂണിറ്റ് വെക്ടേഴ്സിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല, അതുപോലെ തന്നെ യൂണിറ്റും ഇല്ല. ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ എ ഡയറക്ഷൻ ഓൺലി. അതായത് ജസ്റ്റ് ഒരു ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? യൂണിറ്റ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ യൂണിറ്റ് വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ക്യാപ്പ് എന്നാണ്. അതായത് എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ് എഴുതുക. അപ്പോൾ ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം.
ഒരു യൂണിറ്റ് വെക്ടറിനെ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെക്റ്റർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ആണ്. അതിനെയാണ് എ ക്യാപ് അഥവാ യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് സ്പെസിഫൈ എ ഡയറക്ഷൻ. ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഡയഗ്രാം ഈസ് ഗിവൺ. അതായത് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പാർട്ടിക്കിൾ പി ലൊക്കേറ്റഡ് ഇൻ എക്സ് വൈ പ്ലെയിൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഇവിടെ എക്സ് വൈ പ്ലെയിനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് തന്നിട്ടുണ്ട്, അതിലുള്ളൊരു പോയിൻ്റാണ് പി എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ നോക്കാം. The first question is redraw the figure by showing the rectangular components, and next question is write the position vector in terms of rectangular components. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ എന്താ ചെയ്യേണ്ടത്, നമുക്ക് തന്നിട്ടുള്ള ഡയഗ്രത്തിനെ നമ്മൾ റീഡ്രോ ചെയ്തുകൊണ്ട് റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റണം. അതായത് റെക്റ്റാങ്കുലർ കമ്പോണൻസിൻ്റെ ടേംസിൽ എങ്ങനെ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് റെക്റ്റാങ്കുലർ കമ്പോണൻസ്? അതായത് സാധാരണ നമ്മളൊരു വെക്ടറിൻ്റെ റെസൊല്യൂഷൻ ചെയ്യാറുണ്ട് അല്ലേ. എന്താണ് റെസൊല്യൂഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് എ വെക്ടർ ഇൻ ടു 2 or more വെക്ടേഴ്സ്. അതായത് ഒരു വെക്ടറിനെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കും, രണ്ടോ അതിലധികമോ വെക്ടേഴ്സ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു വെക്ടറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 കമ്പോണൻസ് ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ, അതായത് സെയിം പ്ലെയിനിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 കമ്പോണൻസ് ആക്കി മാറ്റുന്നതിനെയാണ് എന്ത് പറയുക, റെക്റ്റാങ്കുലർ കമ്പോണൻസ് ഓഫ് ദ വെക്ടർ എന്ന് പറയുക. അതായത് വെൻ എ വെക്ടർ ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ലൈൻ ഇൻ ദ സെയിം പ്ലെയിൻ, ദ കമ്പോണൻസ് ആർ കോൾഡ് റെക്റ്റാങ്കുലർ കമ്പോണൻസ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വെക്ടറിനെ നമ്മൾ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആക്കി എഴുതുമ്പോൾ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ആക്സിസ് ഉണ്ടാവും അല്ലേ, 2 വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഒരെണ്ണം എലോങ് എക്സ് ആക്സിസ് ആണ്, ഒരെണ്ണം എങ്ങനെയാണ് വൈ ആക്സിസ് ആണ്. സോ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അതായത് നമ്മൾ പോയിന്റ് പി എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെൻറ്റർ ആണ്. സോ അതിന് മാറ്റം വരുന്നില്ല. ഇനി ശ്രദ്ധിക്കാനുള്ളത്, അതിന് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ആക്സിസിൽ വരുന്ന കമ്പോണൻ്റ് എപ്പോഴും കോസ് കമ്പോണൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ വൈ ആക്സിസിൽ വരുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, that is shown here. That is along x-axis we have r cos theta and along y-axis we have r sin theta. Okay, so like that we can write the rectangular components. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അതിനെ നമുക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ്, അതായത് പൊസിഷൻ വെക്ടറിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ പൊസിഷൻ വെക്ടർ ഏതാണ്, r ആണ് അല്ലേ. വെക്ടർ r is equal to r cos theta into i cap plus r sin theta into j cap ആണ്. So here I and j are the unit vectors, okay, which shows the direction of the vector. The next question is state triangle law of vector addition. Triangle law of vector additionൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് if 2 vectors are represented in magnitude and direction by the 2 sides of a triangle, then their resultant is given by the third side of the triangle taken in the opposite order. അതായത് 2 വെക്ടേഴ്സ് ഉണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും എ ആൻഡ് ബി. ഈ എയും ബിയും അതായത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ 2 sides ഓഫ് എ ട്രയാങ്കിൾ അല്ലേ. 2 സൈഡ് ഓഫ്, നമുക്ക് ട്രയാങ്കിളിനെ 2 sides ആക്കിയിട്ട് അവയെ വെക്കാൻ പറ്റും. അടുത്ത 3ാമത്തെ പിക്ചറിൽ കാണാൻ പറ്റും എ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബീനെ എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ മൂവ് ചെയ്തിട്ട്, അതായത് ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഒന്നിൻ്റെ ഹെഡിൽ അടുത്തതിൻ്റെ ടെയിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക, അതായത് തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എടുക്കുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഓർഡറിലാണ് വരിക. ഓക്കെ, അതായത് ഒരു ഹെഡിൽ നിന്ന് അടുത്ത ടെയിലെത്തി, ദെൻ ടെയിലിൽ നിന്ന് വീണ്ടും അടുത്ത ഹെഡിലെത്തി. അപ്പോൾ ആ വരുന്ന ഓർഡറിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരാം, യെസ്, ദാറ്റ് OQ എന്ന് പറയുന്നതാണ് R is equal to A plus B എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് 2 vectors are represented in magnitude and direction by the 2 sides of a triangle, the resultant is given by the third side of the triangle taken in the റിവേഴ്സ് ഓർഡർ. ആ റിവേഴ്സ് ഓർഡറും കൂടി നിങ്ങൾ എഴുതുക. കാരണം അതായത് 3ഉം ഒരേ രീതിയിലല്ല. ഒരു ട്രയാങ്കിൾ വരുമ്പോൾ 2 സൈഡ്സ് കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ വരയ്ക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എന്താണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് ഇഫ് 2 vectors are represented in magnitude and direction by the adjacent sides of a parallelogram,
then their resultant is given by the diagonal of the parallelogram. അതായത് രണ്ട് വെക്ടേഴ്സ് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് അവ രണ്ടും ഒരു പാരലോഗ്രാമിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി സൈഡ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ. ദെൻ ദർ റിസൾട്ടൻറ്റ് വിൽ ബി ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഡയഗണലായിരിക്കും റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പാരലോഗ്രാം ലോ. I will state again, if two vectors are represented in magnitude and direction by the adjacent sides of a parallelogram, then their resultant is given by the diagonal of the parallelogram. Now we have another question, that is two vectors A and B are given below. അതായത് എയും ബിയും നമ്മൾ വെക്ടേഴ്സ് താഴെ തന്നിട്ടുണ്ട്. ഇനി റീഡ്രോ ദ ഫിഗർ ആൻഡ് ഷോ ദ വെക്ടർ സം യൂസിങ് പാരലോഗ്രാം മെത്തേഡ്. അതായത് ഈ ഡയഗ്രം നമ്മൾ റീഡ്രോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ദ റിസൾട്ടൻറ്റ് വി ഹാവ് ടു ഫൈൻഡ് ബൈ യൂസിങ് പാരലോഗ്രാം മെത്തേഡ്. പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ടൻറ്റ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. അതായത് രണ്ട് സൈഡ്സാണ് എന്തിൻ്റെ, പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ്സാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് എ ബി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്കൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതായത് എക്ക് പാരലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാം, അതേപോലെ തന്നെ ബിക്ക് പാരലായിട്ട് മറ്റൊരു ലൈൻ കൂടെ വരയ്ക്കാം. സോ ദേ വിൽ ജോയിൻ ടു ഗെറ്റ് എ പാരലോഗ്രാം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണാൻ കഴിയും ഒ പി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെക്റ്റർ എ. അതിന് പാരലായിട്ട് എന്ത് വരച്ചിട്ടുണ്ട്, ക്യു എസ് എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒ ക്യു എന്ന് പറയുന്ന ലൈനിന് പാരലായിട്ട് എന്ത് വരച്ചിട്ടുണ്ട്, പി എസ് എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ട്. ഓക്കെ, ഇനി അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം വിൽ ബി ദ റിസൾട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ എങ്ങനെ കാണാം, ഒ എസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡയഗണൽ. ദാറ്റ് വിൽ ബി എ പ്ലസ് ബി. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇങ്ങനെയാണ് പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ടൻറ്റ് കാണുന്നത്. The next question is, write the equation to find the magnitude of resultant of two vectors A and B. അതായത് എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതുക. അതായത് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് റിസൾട്ടൻറ്റ് ഓഫ് ടു വെക്ടേഴ്സ് ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. അതായത് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടൻറ്റ് ഓഫ് ടു വെക്ടേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ഡയഗ്രം ഒന്ന് നോക്കാം. വി ഹാവ് ടു വെക്ടേഴ്സ്, ദാറ്റ് ഈസ് എ ആൻഡ് ബി. ദേ ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ദെൻ ദ റിസൾട്ടൻറ്റ് ആർ മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ വെക്റ്റർ എ. അതായത് റിസൾട്ടൻറ്റ് ആർ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ വിത്ത് വെക്റ്റർ എ. ഓക്കെ, now we have to draw that SN which is perpendicular to OP produced. Okay, here OP is there, so we will produce this to draw the perpendicular SN. SN എന്ന് പറയുന്നത് ഇവിടെ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു പാരലോഗ്രാം ആണ്. അതിൻ്റെ രണ്ട് സൈഡ്സ് ഓൾറെഡി തന്നിട്ടുണ്ട് വെക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് സൈഡ്സ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷൻ കാണാന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ ആറാണ് ഇവിടുത്തെ റിസൾട്ടൻറ്റ്. ആറിനുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അതായത് ട്രയാങ്കിൾ SNP എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ SNPയിൽ നിന്ന് കോസ് തീറ്റ എന്ന് കണ്ടു നോക്കി നോക്കൂ, എന്താ കിട്ടുക, cos theta is equal to Pn by Ps ആണ് അല്ലേ. സോ cos theta will be equal to Pn by Psന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Ps എന്ന് പറയുന്നത് വെക്റ്റർ ബിക്ക് ഇക്വലൻ്റ് അല്ലേ. സോ Pn by B എന്ന് എഴുതാം. അതിൽ നിന്ന് Pnനുള്ള ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ, ദാറ്റ് ഈസ് B cos theta. അതായത് Pn is equal to B cos theta എന്ന് കിട്ടിയിട്ടുണ്ട്. അടുത്തത് സെയിം ട്രയാങ്കിളിൽ നിന്ന് തന്നെ നമുക്ക് സൈൻ തീറ്റ കണ്ടു നോക്കാം. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും, SN by PS ആണ്. ഓക്കെ, സോ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു SN by PSന് പകരം എന്താ എഴുതാം, B എന്ന് എഴുതാമല്ലോ. PS വിൽ ബി ഈക്വൽ ടു വെക്റ്റർ B. സോ SN വിൽ ബി ഈക്വൽ ടു B സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, നൗ വി ക്യാൻ കൺസിഡർ ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OSN. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, OS സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ON സ്ക്വയർ പ്ലസ് SN സ്ക്വയർ ആണല്ലോ. അതായത് OS ആണ് നമുക്ക് കിട്ടാനുള്ള റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. സോ
ഇനി ഒ എന്നിന് പകരം ഒ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഒ പി പ്ലസ് പി എന്നിന് ഈക്വൽ ആണല്ലോ. അവിടെ ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വെക്റ്റർ എ ആണ്, പ്ലസ് പി എൻ എന്ന് പറയുന്നത് ബി കോസ് തീറ്റയാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഒ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അതിൽ നിന്ന് ഇനി ആ ഇക്വേഷൻ അങ്ങനെ നിൽക്കട്ടെ. നെക്സ്റ്റ് എസ് എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? അത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട് അല്ലേ, എസ് എൻ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഒ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എന്നിന് പകരം എന്ത് എഴുതാം? യെസ്, എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് എഴുതാം, പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇനി അതിനൊന്ന് ഒ എസിന് പകരം ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലോ അല്ലേ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അതായത് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. സോ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ഇനി ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. Okay, that is r is equal to root of a square plus b square plus 2ab cos theta. So that is the resultant of the magnitude of two vectors. Now the direction can be found by using tan alpha, that is equal to Sn by On ആണ് അല്ലേ. സോ Sn ന് പകരം b sin theta എന്ന് കൊടുക്കാം, On ന് പകരം a plus b cos theta എന്ന് കൊടുക്കാം. സോ വാട്ട് വി വിൽ ഗെറ്റ് tan alpha is equal to b sin theta by a plus b cos theta. ഓക്കെ, ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പ്രഷനാണ്, അതായത് അനലിറ്റിക്കൽ മെത്തേഡ് വെച്ചുകൊണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്താൽ മതി? ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യുന്നു, അതിനെ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതാണ്, എസ് എൻ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ഒ പി. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്തത്? ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന്, അതായത് ഒ എസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ എൻ സ്ക്വയർ പ്ലസ് എസ് എൻ സ്ക്വയർ ആണ്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. വളരെ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ട്രാജക്ടറി ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ? എങ്ങനെയാണ് ഒരു പ്രൊജക്ടൈലിൻ്റെ പാത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? പരാബോളിക് പാത്താണ് അല്ലേ. സോ ദ ആൻസർ ഈസ് പരാബോള. നൗ ഡ്രോ ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ. സോ ഹൗ വി ക്യാൻ ഡ്രോ ദ trajectory of a projectile? That is parabolic path we can draw here, x-axis and y-axis, then the parabolic path. The next question is, a stone is thrown up with velocity u which makes an angle theta with the horizontal. The first question is, what are the magnitudes of horizontal and vertical components of velocity? And b, how do these components vary with time? അതാണ് ഏതൊക്കെയാണ്, അതായത് എന്താണ് ഉണ്ടാവുന്നത്? ഒരു സ്റ്റോണ് നമ്മൾ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എറിയുന്നത് അല്ലേ. വിച്ച് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. നൗ ഏതൊക്കെയാണ് മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റിയാണ്. അതായത് നമുക്കറിയാം റെക്ടാങ്കുലർ കമ്പോണൻസ് ആണ്, നമ്മളിവിടെ ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ്? യു കോസ് തീറ്റ ആൻഡ് യു സൈൻ തീറ്റ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് യു കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈസ് യു സൈൻ തീറ്റ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഹൗ ഡു ദീസ് കമ്പോണൻസ് വാരി വിത്ത് ടൈം എന്നുള്ളതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്താണ് സംഭവിക്കുന്നത്? യു കോസ് തീറ്റയ്ക്ക് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ വിത്ത് ടൈം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഫസ്റ്റ് ഡിക്രീസസ് ബിക്കം 0 അറ്റ് ദ ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദെൻ ഇൻക്രീസസ് ഇൻ reverse direction. So first decrease, then becomes 0 at the highest point and then increases in reverse direction. The next question is, what are the values of these components at the highest point of projection? Highest point of projection ൽ horizontal componentൻ്റെയും vertical componentൻ്റെയും വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് യെസ് 0 ആയിരിക്കും അല്ലേ. ഹയസ്റ്റ് പോയിൻ്റ് എത്തുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഉണ്ടാവില്ല. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ ആയിരിക്കും. The next question is, a projectile has an acceleration of dash in vertical direction and dash acceleration in horizontal direction. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലും ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ഉണ്ടാവുന്ന
പ്രൊജക്ടൈലിൻ്റെ ആക്സിലറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ എത്രയായിരിക്കും 9.8 m/s² ആണ്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് വരിക. എന്നാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല, 0 ആണ് കിട്ടുക. Hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.